ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ചീര ഉപ്പേരിയും പപ്പായ കർമൂസൻ്റെ കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും ഞാൻ എന്താ ചെയ്യുക, പപ്പായ ഉപ്പേരി വെച്ചിട്ട് ചീര കറിയാണ് വെക്കുക. ഇന്നിപ്പോൾ കുറച്ച് മാറ്റി പിടിച്ചു. ഇനി ചീര ഉപ്പേരി വെച്ചിട്ട് പപ്പായ കറി വെച്ചു. കറി എന്താണെന്ന് വെച്ചാൽ പരിപ്പ് പപ്പായ എല്ലാം ഒരുമിച്ചിട്ട് വേവിച്ചിട്ട് ചീരയിട്ട്, ഇതിൽ മുരിങ്ങൻ്റെ ഇലയും ഉണ്ട്, മറ്റേ ചീരയും ഉണ്ട്. അതിന് നേരത്തെ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ചീരയും ഇതും കൂടിയിട്ടാണ് ഇന്ന് ഞാൻ കറിയും വെച്ച് തോരനും വെച്ച് പൊരിയലും വെച്ച്. ഇപ്പം എന്താ വെച്ചാൽ ഇത് വറവിടാൻ വേണ്ടിയിട്ട്, സാമ്പാറിന് വറവിടാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പത്ത് ചട്ടി വെച്ച് വറവിട്ട് ഈ ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഇന്ന് കഴിഞ്ഞിട്ട് ഇതിൽ ചെറിയൊരു കുറച്ച് എന്താ ചെയ്യണം അറിയാം, ഉളുവൻ്റെ പൊടി ഇടണം. അപ്പോഴായിരിക്കും പിന്നെയും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്താ ചെയ്ത് ഉളുവൻ്റെ പൊടിയും ഇട്ട് വറ്റൽമുളകും ഇട്ട് കറിവേപ്പിലയും കൂടി എന്നിട്ടാണ് ചെയ്യേണ്ടത്. എന്താ പറയുക, ഇല്ലെങ്കിൽ ആദ്യം മുളക് ഇടുകയാണെങ്കിൽ ആ മുളക് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഉള്ളി വാട്ടി കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കറിവേപ്പില ഇതും കൂടി ഇത്തിരി ഉലുവപ്പൊടി സാമ്പാറിലേക്ക് ഇത് ഇതിൻ്റെ ചീര ഉപ്പേരി വെച്ചത് ഞങ്ങൾക്ക് നേരത്തെ കാണിച്ച് എന്താ ചീര ഉള്ളത്. അത് നിങ്ങൾക്ക് നല്ല ടേസ്റ്റാണ്. അത് ഉണ്ടാക്കി വെക്കുക, നല്ല ഹെൽത്തിയുമാണ്. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. പിന്നെ ആ സാമ്പാർ വറവിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അതാണിത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് എനിക്ക് വേണം. പ്ലീസ് സപ്പോർട്ട്.